ഇതുപോലെ മറ്റൊരു മണ്ഡലമാണ് ചാനൽ ചർച്ചകൾ. ടെലിവിഷൻ ചാനൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടനെ ടെലിവിഷൻ ചാനലുകൾ അവന് അന്തിച്ചർച്ച, ഒരു വലിയൊരു പ്രതിഭാസമാണത്. ഈ ചാനൽ ചർച്ചകളിലോ ഒരു പ്രത്യേക തരത്തിലുള്ള മുൻവിധിയോടെ ആദ്യം തന്നെ ഇരയെയും വേട്ടക്കാരനെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. പിന്നെ അത് വിധി പ്രസ്താവമാണ് അങ്ങോട്ട്. അത് പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിലും അത് സമുദായ അംഗങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കുന്ന വിഷയമാണെങ്കിലും ഈ ചാനൽ ചർച്ചകൾ വളരെ വലിയ ദോഷം സമുദായത്തിനും വിശ്വാസി സമൂഹത്തിന് നേരിടുന്നുണ്ട് എന്നൊരു സത്യമാണ്. ചാനൽ ചർച്ചകളുടെ തേരോട്ടത്തിൽ വീണടിയുന്നത് ഒരു സമുദായത്തിൻ്റെ ആത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ പ്രത്യേക തരത്തിലുള്ള മാറിയ അന്തരീക്ഷത്തിൽ ചാനൽ നടത്തിപ്പുകാർക്ക് അതല്ലാതെ വേറെ വഴിയില്ലായിരിക്കും. ഈ അടുത്ത കാലത്ത് 2 മാധ്യമ പ്രവർത്തകർ തമ്മിൽ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് നേരം ശ്രദ്ധിച്ചു. അതിൽ എന്നെ സ്പർശിച്ച് എന്നെ ടച്ച് ചെയ്ത ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഭൂരിപക്ഷ തൃപ്തിക്ക് വഴങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു ബിസിനസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ അച്ചടി ഭാഷയിൽ ഇത് മറ്റൊന്നാണെന്നൊക്കെ വിവരിക്കാം. പക്ഷെ എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത് അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി മിക്കവാറും മാധ്യമങ്ങളൊക്കെ നേരിടുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഈ ബിസിനസ് മോഡൽ തന്നെ കൊളാപ്സ് ചെയ്യാണ്. അത് സക്സസ്ഫുൾ അല്ല. ടെലിവിഷനെ സംബന്ധിച്ചായാലും പത്രത്തെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. അപ്പോൾ സെൻസേഷണലിസമാണ് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഒന്നുകിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ വീഴും. മാതൃകാപരമായ നിലപാടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ മാതൃകാപരമായ നിലപാടെടുത്താൽ അത് അബദ്ധമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ നമ്മുടെ സമൂഹം അതുപോലെ മാറിക്കഴിഞ്ഞു. വ്യൂവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അവർക്ക് എരിവും പുളിയുള്ളത് കൊടുക്കണം. അതിന് പറ്റിയ വിധത്തിൽ ഇവർ ശരിക്കും ഓരോ ചാനലുകൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ ചവിട്ടി മതിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പരിപാവനമായി കാത്തു സൂക്ഷിച്ച വിശ്വാസാചാരങ്ങൾ, സാമുദായിക സംവിധാനങ്ങൾ, ആത്മീയ ബോധ്യങ്ങൾ, വരും തലമുറകളുടെ വിശ്വാസ ബോധ്യങ്ങൾ. മറ്റൊരു മണ്ഡലമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വളരെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതാണ് ഒരു മാധ്യമരംഗത്തെ അതിപ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് മുഖ്യധാരാ മാധ്യമങ്ങളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെലിവിഷനിൽ ഒറ്റ റൂളേ ഉള്ളൂ: ഇത് ദ ലേറ്റസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്. ഇത് മാത്രമേ ഉള്ളൂ. ഈ 2 വാക്കിൽ മാത്രമാണ് ശരിക്കും ടെലിവിഷൻ നിൽക്കുന്നത്. ദ ലേറ്റസ്റ്റ്, ഏറ്റവും അവസാനമായി സംഭവിച്ചത് എന്ത്? ദ ഗ്രേറ്റസ്റ്റ് എന്താണ്? അതായത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്ത്? ഈ താല്പര്യം എന്താണ്, അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന മൂഡ് എന്താണ് എന്ന് ഞങ്ങൾക്ക് കൂടെ ബോധ്യമാക്കി തരുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള അതിൻ്റെ ഒരു പ്രചാരമാണ് എന്ന് പറയാം. അതൊരു സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതൊരു പക്ഷേ മാനുഫാക്ചേർഡ് സ്പിരിറ്റ് ഓഫ് ദി ടൈം ആയിരിക്കാം. അത് മാനുഫാക്ചേർഡ് ആണെങ്കിലും അല്ലെങ്കിലും അതാണ് ആ സ്പിരിറ്റ് ഓഫ് ദി ടൈം. അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെ വോട്ടാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യം വന്നാൽ അതിൽ നിന്ന്, അത് എത്ര പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിൽ നിന്ന് മാറും എന്ന് പറയുന്നതുപോലെ നിങ്ങളുടെ അംഗീകാരവും നിങ്ങളെപ്പോലെയുള്ള കാഴ്ചക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് ദി ടൈമിൻ്റെ അനുസരിച്ച് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അങ്ങനെ ആയിപ്പോയി. അതിനകത്തൊരു വലിയൊരു പങ്ക് ഈ സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും നോക്കുന്നത് ഇത്ര മാത്രമുള്ളൂ നോക്കുള്ളൂ: ദ ലേറ്റസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്. അതല്ലാതെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മുടെ സമൂഹം അങ്ങനെ മാറിപ്പോയി. അത് എത്ര ബഹുമാന്യ വ്യക്തിയാണെങ്കിലും, അതെത്രമാത്രം വലിയ അല്ലെങ്കിൽ എത്രമാത്രം പാരമ്പര്യമുള്ള ഒരു സമൂഹമാണെങ്കിലും, എന്തു തന്നെ കാര്യങ്ങളും ശരി, ആ ഒരു എന്താ പറയുക, ജനക്കൂട്ട ആരവമുണ്ടല്ലോ, ആ ജനക്കൂട്ടത്തിൻ്റെ ആക്രോശം, ആ ജനക്കൂട്ടത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. മാധ്യമങ്ങളുടെ എല്ലാ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ജനക്കൂട്ട വിചാരണയാണ് ഇത് നടക്കുന്നത്. ആൾക്കൂട്ട ആക്രമണമാണ് ഇത് നടക്കുന്നത്. ആൾക്കൂട്ട ആക്രമണമാണ്. അത് മാനുഫാക്ചർഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ജനത്തിൻ്റെ വികാരത്തെ സോഷ്യൽ മീഡിയ വഴി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പത്രത്തിൽ വന്നു, ഒരു സിനിമയിൽ വന്നു, ഒരു ചാനലിൽ വന്നു, ഒരു മാസികയിൽ വന്നു എന്ന് വിചാരിച്ച് അതാണ് സത്യം എന്ന് വിചാരിക്കരുത്. വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കണം, കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണം, ചോദിക്കണം. ഓരോ ചാനലിനും അതിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
ഓരോ ചാനലിനും അതിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഓരോ മാധ്യമ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യമുണ്ട്. അതുകൂടാതെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടാതെ ഇതിൻ്റെ പുറകിൽ ഇതിനെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുടെ ഇൻഫ്ലുവൻസ്, അതും ഇതിനകത്ത് ഘടകമാണ്. അതും കൂടാതെ ഈ കേരള സമൂഹത്തിലെ രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ മലക്കമർച്ചിലുകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങളാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെത്രയെത്ര ജീവിതങ്ങൾ ബലിയാടുകളായി മാറി. ഇതിലെത്രയെത്രയോ സമുദായങ്ങൾ കരിമ്പടം കൊണ്ട് മൂടപ്പെട്ടു. എത്ര പേരെ കീലും ടാറും കോരി ഒഴിച്ച്, എത്ര പേരെ ചാണകം കൊണ്ട് പൂശി. എത്ര വലിയ കണ്ണുനീർ പുഴകൾ ഇതിൻ്റെ ഫലമായിട്ട് ഒഴുകപ്പെട്ടു. സത്യം ജലം പോലെ ഒഴുകിയില്ല. നീതി ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ ഒഴുകിയില്ല. നീതിമാന്മാരെ അപ്പം പോലെ തിന്നൊടുക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഓരോ ആഴ്ചയും ഇത് സിനിമ രംഗത്ത് മാത്രമല്ല, ചാനൽ രംഗത്ത് മാത്രമല്ല, സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല, പത്രമാധ്യമ രംഗങ്ങളിൽ പ്രത്യേകിച്ച് മാസികകൾ, മാസം തോറും മാസികകളും വീക്കിലികളൊക്കെ ഇറങ്ങുന്നുണ്ട്. വീക്കിലികളിലും മാസികകളിലൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയും അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു 5 ലേഖനങ്ങൾ ക്രൈസ്തവ വിരോധം പ്രചരിപ്പിക്കുന്ന 5 ലേഖനങ്ങളെങ്കിലും ഈ കേരളക്കല്ലിൽ ഇറങ്ങുന്നുണ്ട്. ഒന്നുകിൽ അത് മാതൃഭൂമിയിലായിരിക്കും, അല്ലെങ്കിൽ അത് ഭാഷാഭൂഷണിലായിരിക്കും, അതല്ലെങ്കിൽ ചന്ദ്രികയിലായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിമത സ്വഭാവമുള്ള സമൂഹങ്ങളിലായിരിക്കും. എന്തെങ്കിലും വിധത്തിൽ ഇതിൻ്റെ എല്ലാം പുറമെയാണ് വിശ്വാസത്തിൻ്റെ കടയ്ക്ക് കോടാലി വെക്കുന്ന തരത്തിലുള്ള ചില ഗൗരവമേറിയ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ. സഭയിൽ നിന്ന് പോയ വൈദികരുടെ പുസ്തകങ്ങളായിരിക്കാം, സഭ ഉപേക്ഷിച്ച് പോയ വിമത സ്വഭാവമുള്ള ചില സമർപ്പിതരുടെ പുസ്തകങ്ങളാകാം, അതും അല്ലെങ്കിൽ ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ സഭയിൽ നിന്നുണ്ടായി അങ്ങനെ പോയി മാറി നിൽക്കുന്നവരുടെ എഴുത്തുകളും പുസ്തകങ്ങളും ആകാം. ഇങ്ങനെ മാധ്യമ രംഗത്ത് ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിലധികം അതിദ്രുതഗതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ക്രൈസ്തവ സമുദായത്തിൻ്റെ നാശത്തിന് വേണ്ടി സ്ലോ പോയിസണിങ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാനും നിങ്ങൾ കാണാതെ പോകരുത്. മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ വേട്ട, മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനം ഒരു യാഥാർത്ഥ്യമാണ്.